മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടി നൽകി കേരള സ്റ്റോറി സംവിധായകൻ സുദീപ് തോസൻ. കേരള മുഖ്യമന്ത്രി എന്റെ സിനിമ കണ്ടിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം എന്റെ സിനിമ കണ്ടിരുന്നെങ്കിൽ ഈ അഭിപ്രായം പറയുമായിരുന്നില്ല എന്ന് സുദീപ് തോസൻ വ്യക്തമാക്കി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ വിവാദമായിരുന്നു. ഇതിൽ പ്രധാനമായും കേരള സ്റ്റോറി എന്ന ചിത്രത്തിന് മികച്ച സംവിധായകനും ഛായാഗ്രഹണത്തിനുമുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചതിനായിരുന്നു വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. കേരളത്തെ അപകീർത്തിപ്പെടുത്താനും വർഗീയത പടർത്താനും നുണകൾ പ്രചരിപ്പിക്കുന്ന ഒരു സിനിമയ്ക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചതിലൂടെ മതസാഹോദര്യത്തിനു വേണ്ടി നിലകൊണ്ട ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെയാണ് ജൂറി അവഹേളിച്ചതെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ആയുധമായി ചലച്ചിത്രത്തെ മാറ്റുക എന്ന സംഘപരിവാർ അജണ്ടയാണ് ഇതിലൂടെ അവർ നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയത്. ഇതിന് മറുപടി നൽകിയിരിക്കുകയാണ് കേരള സ്റ്റോറി എന്ന ചിത്രത്തിലൂടെ മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ട സുദീപ് തോസൻ. വളരെ മുതിർന്നതും അനുഭവസമ്പന്നനുമായ രാഷ്ട്രീയക്കാരനായ പിണറായി വിജയൻ തന്റെ സിനിമ കണ്ടിട്ടില്ല എന്നാണ് കരുതുന്നതെന്ന് സുദീപ് തോസൻ പ്രതികരിച്ചു. താൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കാലത്ത് വിജയന് വാദിച്ചിരുന്നുവെന്നും എന്നാൽ വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം നിലപാട് മാറ്റിയെന്നും സെൻ അവകാശപ്പെട്ടു. ഒരു രാഷ്ട്രീയ സംവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ സുദീപ് തോസൻ തന്റെ സിനിമയിൽ ഉറച്ചു നിൽക്കുകയാണെന്നും വ്യക്തമാക്കി. ഞാനും എന്റെ ടീമും 10 മുതൽ 12 വർഷത്തെ കഠിനമായ യാത്രയിലായിരുന്നു. നിരവധി പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഞങ്ങൾ ഈ സിനിമയിൽ പ്രവർത്തിച്ചത്. ഒടുവിൽ 2023 ചിത്രം നിർമ്മിക്കപ്പെടുകയും റിലീസ് ചെയ്യുകയും ചെയ്തു. റിലീസ് ചെയ്തപ്പോൾ ബോക്സ് ഓഫീസ് കണക്കുകൾ പ്രകാരം 5 കോടിയിലധികം ആളുകൾ ചിത്രം തിയേറ്ററുകളിൽ കണ്ടു. OTT കണക്കുകൾ പ്രകാരം 20 കോടിയിലേറെ ആളുകളാണ് കണ്ടത്. ഞാൻ കേരളത്തിലെ നിരവധി പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയും അവിടെയുള്ള 500 പെൺകുട്ടികളെ കാണുകയും ചെയ്തിരുന്നു. സെൻസർ ബോർഡ് സിനിമയ്ക്ക് അനുമതി നൽകാൻ 2 മാസം എടുത്തപ്പോൾ സിനിമയിലെ ഓരോ സംഭാഷണത്തിനും ഞാൻ തെളിവ് നൽകിയിരുന്നു. എന്റെ സിനിമയിലെ ഓരോ സംഭാഷണത്തിനും ദൃശ്യത്തിനും ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലോ ട്വിറ്ററിലോ ഒരു കമന്റ് ഇട്ടതുകൊണ്ട് ആർക്കും എന്നെ വിലയിരുത്താൻ കഴിയില്ലെന്ന് സംവിധായകൻ വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.